ഹലോ ഗെയ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ എൻ്റെ വീഡിയോ ബീഫിൻ്റെ ലിവർ കൊണ്ട് ഒരു കുരുമുളക് ഇട്ട് വെച്ചതാട്ടോ. ലിവറൊക്കെ കൊടുന്നപ്പോഴേ കുരുമുളക് ഇട്ട് വെച്ചതാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കോളൂ. ബീഫിൻ്റെ ലിവറേറ്റ് കുരുമുളക് ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാട്ടോ. അതിന് നമ്മൾ മുളകും പൊടിയൊന്നും ചേർക്കണില്ല. കുരുമുളക്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, സവാള, വേപ്പില ഇതൊക്കെ കേട്ടോ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി നമ്മൾ ചേർക്കണേ അല്ല കേട്ടോ. പെപ്പർ കുരുമുളകിട്ട ബീഫ് ഇതൊന്നും പറയാം, ലിവറൊന്നും പറയട്ടോ. നല്ല ടേസ്റ്റാട്ടോ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടേ ഫീഡ്ബാക്കൊക്കെ അറിയിക്കൊണ്ടു, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൊണ്ടു. വീഡിയോ ഇഷ്ടമായാലേ ആ കുഞ്ഞ് ബെല്ലൈക്കണമെന്ന് അമർത്തിയിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ ഒന്ന് സപ്പോർട്ടാക്കൊണ്ടു, അഭിപ്രായങ്ങളൊക്കെ പറയുകൊണ്ടു. ഇതല്ല, ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല വീഡിയോ കേട്ടോ. ഞാനത് എങ്ങനെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇട്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ. ലിവറൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ അതിൻ്റെ ആദ്യത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെ ആയിരിക്കില്ല ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഞാൻ ഇഞ്ചി എടുത്തിട്ടുണ്ട്, ചെറിയ ജീരകമുണ്ട്, ചെറിയുള്ളി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, കുരുമുളകുണ്ട്, വലിയ ജീരകമുണ്ട്, ഉലുവുണ്ട് കേട്ടോ. പിന്നെ സവാള ഉണ്ട്, വേപ്പില ഉണ്ട്, പച്ചമുളകുണ്ട്, തക്കാളി ഉണ്ട്. ഇതൊക്കെ കൂടെ എഴുതിയിട്ടില്ല സാധനങ്ങളാട്ടോ. നമുക്ക് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കാം. എന്താ വെച്ചാൽ ഇഞ്ചി, വലിയ ജീരകം, കുരുമുളക് ഇതൊക്കെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. ഇറച്ചിയൊക്കെ നമ്മൾ നുറുക്കി നല്ലോണം കഴുകി വെള്ളമൊക്കെ വാരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നുറുക്കി കൊടുക്കുന്ന ഇറച്ചിയാണ്, നമ്മൾ നുറുക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ നെയ്യൊന്നും തീരല്ലാത്ത ഇറച്ചി കേട്ടോ, വെറും ലിവറാണ്. ലിവർ ചില ആൾക്കാർക്ക് ലിവർ ഇഷ്ടമുണ്ടാവില്ല, ചിലവർക്ക് നല്ല ഇഷ്ടമാക്കാനും. പക്ഷെ നല്ലൊരു ടേസ്റ്റാട്ടോ. നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും വെറും ചോറിൻ്റെയൊക്കെ കൂടെ പറ്റുള്ളൂ ഇത് കഴിക്കാൻ. ഞങ്ങൾ പൊറാട്ടയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അങ്ങനെ നമുക്കേ ആ ലിവറൊക്കെ ഇതിപ്പോൾ 1 കിലോ ലിവർ ഉണ്ട് കേട്ടോ. 1 കിലോ ലിവർ നമുക്ക് ഇതിലേക്ക് കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടേ നമ്മൾ ആ ചതവുകളൊക്കെ ചതച്ചത് മിക്സിയുടെ ചെറിയ ജാറിൽ ചതച്ചെടുത്താട്ടോ. അതൊക്കെ അതിൽ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. മുളകും പൊടി നമ്മൾ ഇട്ട് കൊടുക്കണില്ല. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായി വേവിച്ചണം കേട്ടോ. ആദ്യം 3 വിസിൽ വന്ന് പിന്നെ ചെറിയ വിസിൽ 3 എണ്ണം വരണം കേട്ടോ. അത് ഇറച്ചിൻ്റെ വേവിനനുസരിച്ച് ചില ഇറച്ചി പെട്ടെന്ന് വേവും, ചിലത് പെട്ടെന്ന് വേവില്ല. നിങ്ങളങ്ങനെ 3 വിസിൽ വലുതും 3 വിസിൽ ചെറുതും ആക്കിയിട്ടൊന്ന് തുറന്ന് നോക്കി. അപ്പോൾ വെന്തിക്കണമെങ്കിൽ പിന്നെ നിങ്ങൾ വെള്ളം ഒന്ന് വറ്റിച്ചാൽ മതി. വെള്ളം കുറച്ചുണ്ടാവും ഇതിൽ. നമ്മൾ ഇതിലിപ്പോൾ വെള്ളം അധികമൊന്നും ചേർക്കണില്ല. നമ്മൾ ആ കഴുകിയ വെള്ളം തന്നെ ഉള്ളൂ, കുറച്ച് വെള്ളം കൂടി ചേർക്കണുള്ളൂ. എന്നാൽ തന്നെ ഇതിൽ വെള്ളം നല്ലോണം ഉണ്ടാവും കേട്ടോ. എന്നാൽ നമുക്ക് അതിൻ്റെ മസാല ഉണ്ടാക്കാം. സവാളയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. അത് വേവിച്ചാൻ വെച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് സവാള 2 സവാള ഇട്ടോ. അത് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ തക്കാളി, പച്ചമുളക് ഇതൊക്കെയാണ് ഇതിലിടുന്നത്. നമുക്കിതൊക്കെ ഒന്ന് വാട്ടിയെടുത്താലോ.
അങ്ങനെ ഗൈസ് നമ്മളെ ബീഫൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ സവാള, തക്കാളി, പച്ചമുളക് ഇതൊക്കെ വഴറ്റിയാലോ, നന്നായി വഴറ്റിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇതിപ്പോൾ ഞാൻ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നെയ്ച്ചോറും വെക്കാൻ വേണ്ടിയിട്ടില്ലതാട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, ഇതിൽ പെട്ടതാണ്. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നാളെ ഇടാം. അങ്ങനെ ഗൈസ് ഇതിലേക്ക് നെയ്ച്ചോറുണ്ടാക്കി ബീഫ് കൊണ്ട് ഒരു വരട്ടും ലിവർ കൊണ്ട് ഒരു വരട്ടും അടിപൊളിയായിരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുത്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കൊണ്ടു. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും കമൻസും ഒക്കെ ഇടുകൊണ്ടു. നല്ല ടേസ്റ്റാട്ടോ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഗേസ് നമുക്കേ ഈ കുരുമുളകിട്ട ലിവറും ബീഫ് ലിവർക്ക് നമുക്കൊരു നെയ്ച്ചോറ് ഉണ്ടാക്കട്ടോ. അതിനായിട്ട് ഞാൻ പശുവിൻ്റെ മിൽമൻ്റെ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഒരു സവാളയും കൂടി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 കപ്പ് അരിയാണ് എടുക്കുന്നത്. അതിന് ഞാൻ 5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അങ്ങനെ നെയ്യൊക്കെ ചൂടായി വരുമ്പോൾ നമുക്ക് കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതിട്ട് കൊടുക്കാം. പിന്നെ കച്ചോലുണ്ട്, അത് ഇട്ട് കൊണ്ടു. ഇതൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഒരു സവാള വാട്ടിയെടുക്കാം. ഞാൻ ഇപ്പോൾ 3 കപ്പ് അരിയാണ് എടുക്കുന്നത്. അതിനുള്ള അളവാണ് ഈ പറയുന്നത് കേട്ടോ. നിങ്ങൾ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ വെക്കട്ടെ, വേണമെങ്കിൽ നെയ്യിൽ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. വെളിച്ചെണ്ണയിലും വേണമെങ്കിൽ വെക്കാം, പക്ഷെ നെയ്യിലാവുമ്പോൾ നല്ലൊരു ടേസ്റ്റാട്ടോ. നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് വല്ലാതെ വയലിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞ് വന്നാൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ നമ്മൾ അരി കഴുകി വാർത്ത് വെച്ചിരുന്നു കേട്ടോ. അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നെയ്ച്ചോറിൻ്റെ വീഡിയോ അതിൻ്റെ മുന്നിട്ടിട്ടുണ്ടോ, നിങ്ങളെൻ്റെ ചാനലിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ. അങ്ങനെ ഒരു വിസിൽ വന്നാൽ മതി, ഒറ്റ വിസിൽ വന്നാൽ മതി. അത് കറക്റ്റ് വേഗമായിരിക്കും കേട്ടോ. പിന്നെ മല്ലിയിലൊക്കെ തൂവിയിട്ട് ഇട്ടാൽ മതി. അത് തണുത്തിട്ട് അതിൻ്റെ വിസിലൊക്കെ പോയിട്ട് ഈ ബീഫിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാട്ടത്. അങ്ങനെ വീഡിയോ ഇഷ്ടമായാൽ നമ്മൾ ലൈക്ക് ചെയ്ത് ആ കുഞ്ഞ് ബെല്ലൈക്കണൊക്കെ അമർത്തിയിട്ടേ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ നെയ്ച്ചോറും ബീഫും കൂടി കഴിക്കുന്നത് കേട്ടോ. നല്ലൊരു ടേസ്റ്റാട്ടോ. അതിക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കോട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ എല്ലാവരും.